എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനാവശ്യമായ സാധനങ്ങൾ ഇതാ, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടിയിലിട്ടിട്ട് ആവശ്യമായ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്. എന്നിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. മസാലയൊക്കെ നല്ലോണം കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ തേങ്ങ ചിരകി വെക്കാം. അതൊരു തേങ്ങയാണ് എടുത്തത്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ചെറു തീയിൽ നന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ വറുത്ത് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആയെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, തേങ്ങ വറുക്കുമ്പോൾ കറാമ്പട്ടയും പൂവും ചേർക്കാൻ മറന്നു പോകരുത്. എന്നോട് മറന്നു പോയ പോലെ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. ഞങ്ങളിതാ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ല മണം വരുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഇഷ്ടമായോ? ഇഷ്ടമായി ലൈക്ക് തരാം.